ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അടയാളങ്ങൾ അന്വേഷിക്കുന്നതാവരുത് ദൈവത്തെ അറിയുവാനുള്ള മാനദണ്ഡങ്ങൾ. അത്ഭുതങ്ങൾ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനുമുള്ള ഉത്തരമാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അർത്ഥപൂരിതമായ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. വചനം അങ്ങനെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മരണാസന്നയായ കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥന, ദൈവസന്നിധിയിലുള്ള നിലവിളി, സമർപ്പണം. വിശ്വാസത്തോടുകൂടി ഇനി തിരികെ പോകുമ്പോൾ ക്രിസ്തു കൊടുക്കുന്നൊരു ഉറപ്പ് കൂടിയുണ്ട്. പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. താഴ്ന്നു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ താഴ്മയോടുള്ള സമർപ്പണങ്ങൾ എത്രമാത്രം ഔന്നത്യമുള്ളതായി രൂപപ്പെടുകയാണ്. എൻ്റെ അധികാരവും മാഹാത്മ്യവും കഴിവും പാണ്ഡിത്യവുമൊന്നുമല്ല, ദൈവസന്നിധിയിൽ എളിമയോടുള്ള എൻ്റെ നിലനിൽപ്പും ഉറച്ച മനസ്സോടുള്ള എൻ്റെ പ്രാർത്ഥനയും ആഴമുള്ള എൻ്റെ വിശ്വാസവുമാണ് എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറപ്പെടുന്നത്. ആ വാക്കുകളിൽ പോലും അത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നിടത്താണ് ഞാൻ എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായും എൻ്റെ പ്രിയപ്പെട്ടവർ സൗഖ്യപ്പെട്ടതായും അറിയുന്നത്. ദൈവകാരുണ്യത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന വഴികളെയും നമുക്കായി ഒരുക്കുന്ന മാർഗങ്ങളെയും വിശുദ്ധിയോടെ കാണാൻ പഠിക്കാം. സന്തോഷത്തോടെ മടങ്ങാനും സംതൃപ്തിയോടെ ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ അവൻ വീണ്ടും വിളിക്കുന്നുണ്ട്. വിസ്മയങ്ങൾ കണ്ട് വിശ്വസിക്കുകയല്ല, വിശ്വസിച്ചുകൊണ്ട് വിസ്മയങ്ങൾ അനുഭവിക്കുക. അതായിരിക്കട്ടെ നമുക്ക് കിട്ടുന്ന ഈ ദിവസത്തെ സന്ദേശം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.